ഈ അഭിഷേക വചനം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അനോയിൻറ്റഡ് വേർഡ് കിട്ടണം. അനോയിൻറ്റഡ് വേർഡ്. ഈ അഭിഷേക വചനത്തിൻ്റെ പ്രത്യേകത, ഉടമ്പടിക്കാരോടെ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാര്യം ഇന്നത്തെ കാലത്ത് ആധ്യാത്മികത അവസാന വാക്കാണ് ഉടമ്പടി. മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് വേണ്ടി ജീവിച്ചുമൊക്കെ ഐതിഹാസികമായ സുവിശേഷ സാക്ഷ്യം ഇന്ന് നിറവേറ്റ് സാക്ഷ്യം പറയണ ആരാണ്? ഉടമ്പടിയിലുള്ള ആൾക്കാരെ പറയണത്. അവർക്ക് ഭയങ്കര സാധ്യതയാണ് ഉള്ളത്. എന്താ കാര്യം? അവർ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തെ സ്നേഹിച്ചും സുവിശേഷ സാക്ഷ്യം പറഞ്ഞുകൊണ്ടും ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിലാണ് വരണത്. ഈ മുന്നേറ്റത്തിലും വരുന്ന ആൾക്കാർ പറയുന്ന വാക്കുകളൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ഞെട്ടിപ്പിച്ച് കളയും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന കുറേ രീതികളുണ്ട്. അതിലൊന്ന് അഭിഷേക വചനമാണ്. അഭിഷേക വചനം ഇപ്പം നമ്മൾ സുഗന്ധാഭിഷേകം നമ്മൾ പറയും അല്ലേ, അതും ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ മാർഗമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ദൈവം നമ്മൾ വസിക്കുന്ന സംഭവമാണ് അഭിഷേക വചനം. അഭിഷേക വചനം എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ദൈവത്തെ സ്നേഹിച്ചും, ഇപ്പോൾ അരമണിക്കൂർ ഉടമ്പടി വചനം വായിക്കണമല്ലോ. ചില ആൾക്കാർ 1 മണിക്കൂർ വായിക്കും, ചില ആൾക്കാർ 5 മിനിറ്റ് വായിച്ചിട്ട് മടക്കി വെച്ചിട്ട് വീട്ടിൽ പോകും. അതാണ് വിഷയം. പലരും പല രീതിയിലാണ് കാണുന്നതേ. അപ്പം ചിലർ പറയും ഞങ്ങളൊക്കെ പണ്ട് ഇതൊക്കെ ചെയ്യാനാണ്, നിങ്ങളാണ് ഇതൊക്കെ പുതുതായിട്ട് കണ്ടുപിടിച്ചിരിക്കണത്, നിങ്ങൾ അതൊന്നും കണ്ടുപിടിച്ചതല്ല. പണ്ട് ചെയ്തോ ഇപ്പം ചെയ്തോ അല്ല പ്രശ്നം, എന്ത് ചെയ്തു എന്നല്ല പ്രശ്നം, എങ്ങനെ ചെയ്തു എന്നാണ് വിഷയം. ഓരോ വചനം കേൾക്കുമ്പോഴും ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സംസാരം തക്ക സമയത്ത് നമുക്ക് ഉപകരിക്കാൻ വേണ്ടി അത് അനോയിൻറ്റഡ് വേർഡ് പോലെ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിക്കും. എന്നിട്ട് സമയമാകുമ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ട് വരും. സമയമാകുമ്പോഴാണ് ഇത് ഓപ്പണായിട്ട് വരണത്. നിങ്ങളുടെ ന്യായാധിപ സംഘം നിൽക്കുമ്പോഴേ എന്ത് സംസാരിക്കണമെന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ട. നിങ്ങൾ പറയേണ്ടത് എന്താണ്, ആ സമയത്ത് അറിവ് നൽകും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. പ്രാണപ്രിയനേ പൊന്നുമുഖത്തെ തേജസ്സോടെ കാണാലോ. പ്രാണപ്രിയനേ പൊന്നുമുഖത്തെ തേജസ്സോടെ കാണാലോ. തേജസ്സോടെ കാണാലോ. രാജാവേ രാജാ മഹിമയോടെ മത്തായി 10:19 അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. അപ്പോൾ ഈ ഒരു ടൈം വരുമ്പോൾ ഇതുപോലെ നമ്മളൊരു പ്രത്യേക ക്രഷിലൂടെ, അതിൽ നിങ്ങൾ പറയുന്ന ക്രഷല്ല. പണ്ട് ക്രഷിൻ്റെ അർത്ഥം ഇന്നത്തെ ക്രഷിൻ്റെ അർത്ഥമല്ല. പണ്ട് ആൾക്കാർ ഞെരുക്കത്തിലാണ് ക്രഷ് എന്ന് പറയുന്നത്. ഇന്ന് ആൾക്കാർക്കാണ് ആകർഷണത്തിലാണ് ക്രഷ് എന്ന് പറയുന്നത്. ഭയങ്കരമായ വാക്കിന് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞെരുക്കത്തിൻ്റെ സമയത്ത് അടക്കം ചെയ്യപ്പെട്ട അഭിഷേക വചനങ്ങൾ വാതിൽ തുറക്കും. എന്നിട്ട് അതാണ് പറഞ്ഞത്, ആ സമയത്ത്. അതാണ് ഈ വചനം വായനയുള്ള ഗുണം. അതാണ് വചനം വായിക്കുമ്പോൾ ഒരു ഇൻഫർമേഷന് വേണ്ടി വായിക്കരുത്, ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി വായിക്കണം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് സമ്പാദിക്കാൻ വേണ്ടി. ട്രാൻസ്ഫോർമേഷൻ എന്താണ്? വചനം കേട്ടിട്ട് നമ്മൾ തന്നെ
ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയാൻ നമ്മളെ തന്നെ മാറ്റാൻ വേണ്ടി വായിക്കണം. ഈ ട്രാൻസ്ഫർമേഷന് വേണ്ടി വചനം വായിച്ചാൽ അഭിഷേക വചനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അഭിഷേക വചനം എന്ന് പറയണത് ഒരു വചനത്തിലൂടെ ദൈവം നമ്മളോട് എപ്പോൾ ഇടക്കിടക്ക് ആ ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇവളോട് പറഞ്ഞ യഷ്റൂമിൻ്റെ വചനമില്ലേ, അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനങ്ങനെ പെട്ടെന്നങ്ങനെ ഇരുന്നപ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ വന്ന്, എന്താണ്? നിൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. അത് എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടതാ, എത്രയോ കുരിശിൻ്റെ വഴികളിൽ 10,000 പ്രാവശ്യം കേട്ടു. പക്ഷെ ഇപ്പോൾ കർത്താവ് നേരിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ രണ്ടാമത് പോയി നോക്കി, എന്താണ്? നിന്റെ നിർമ്മലൻ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 10-ാം തിരുവചനം. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ഈ വാക്കാണ്, എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതാ. ഒരു പ്രത്യേകമായ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരോടൊക്കെ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു വിഷയമായിരുന്നു. ഞാനുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്, ഈ പ്രസ്ഥാന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ റീഡിങ് എങ്ങനെ പോകുന്നു, കർത്താവ് വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്ന് ഞാൻ കർത്താവിനോട് ആലോചന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വചനം വരണത്. ഇതിൻ്റെ അഭിഷേക വചനം എന്ന് പറയുന്നത് എന്താണ്? നിൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. ഈ ലോകത്ത് സംഭവിക്കുന്ന വിഷയങ്ങളെ ദൈവം കെട്ടുക, അഴിക്കുക എന്നുള്ള വാക്കിലാണ് വെക്കണത്. അതായത് നമ്മൾ തകർച്ച എന്നൊക്കെ പറയാം അല്ലേ? കരിസ്മാറ്റിക് പറയണത് തകർച്ച, മുറിവെന്നൊക്കെ പറയത്തില്ലേ? പക്ഷെ അതിൻ്റെ അഭിഷേക തലത്തിൽ അത് വരണത് അഴിച്ചിലെന്നാണ് പറയണത്. അഴിച്ചിലും കെട്ടലും എന്ന് പറയും. കർത്താവ് ഉപയോഗിക്കുന്ന വാക്ക് അഴിച്ചിലാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുന്നതിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് പ്രമീള, ഇതെൻ്റെ അനിയത്തി ദീപ. ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഉടമ്പടിയിലൂടെ എനിക്കുണ്ടായ അത്ഭുത സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു നഴ്സാണ്. ഞാൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് KTCT എന്ന ഹോസ്പിറ്റലാണ്. എനിക്ക് അവിടെ യാത്ര ചെയ്യാൻ തന്നെ 2 മണിക്കൂർ ആവശ്യമായി വരും. അങ്ങനെ ആ സാലറിയും അവിടെ കുറവാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും വിദേശത്ത് പോകുന്നു, എനിക്ക് മാത്രം വിദേശത്ത് പോകാൻ കഴിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇവിടുത്തെ സാലറിയിൽ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. ഓവർ ഡ്യൂട്ടി, ഓവർ ടൈം, അങ്ങനെ ഒരുപാട് സ്ട്രെസ്സൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറയുമായിരുന്നു, എൻ്റെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, നീ ഉടമ്പടി എടുക്കുമ്പോൾ നിനക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, ഉടമ്പടി എടുത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിനക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും എന്ന് പറയുമായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ചിന്ത, ഉടമ്പടി എടുക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതും ആത്മീയമായും ഒരുപാട് കാര്യങ്ങൾ
ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരുപാട് താമസിക്കും. ആ സമയത്തൊന്നും എനിക്ക് പ്രാർത്ഥിക്കുവാനോ ഈശോയുടെ സമയം ചിലവഴിക്കുവാനോ സാധിക്കുകയില്ലായിരുന്നു. അപ്പോഴൊന്നും അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുക പോലുമില്ലായിരുന്നു. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെയെങ്കിലും പരീക്ഷകൾ എഴുതി വിദേശത്ത് പോകണം, ആ ഒരു ചിന്തയും. അതിനപ്പുറം ദൈവത്തെ പറ്റിയോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ഒന്നിനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നില്ല. അങ്ങനെ ഞാനൊരു പെട്ടെന്ന് എനിക്ക് എങ്ങനെ ഇറ്റലിയിൽ പോകുവാനുള്ള ഒരു സംവിധാനമുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ചെയ്തു. അതിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ പങ്കെടുത്ത് അവർ സെലക്ട് ആവുന്നവരെ ഇൻഫോം ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇൻഫർമേഷനും കിട്ടിയില്ല. അപ്പം ഞാൻ കരുതി ഇത് എനിക്കുള്ളതായിരിക്കില്ല, നമുക്കുള്ള അവസരം വരും, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി പിന്നെ ഞാൻ പഴയതുപോലെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായൊരു കോൾ വന്നു, സെലക്ട് ആയിട്ടുണ്ട്, ഈ പ്രോജക്റ്റിലോട്ട് വരാം, ഇനിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ആ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സായി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് ഇറ്റാലിയൻ. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ജർമ്മൻ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് ഇറ്റാലിയനും. എന്നിട്ടും ഞാനത് നഴ്സിംഗ് പഠിച്ച് പാസ്സായി എനിക്ക് എന്തുകൊണ്ട് ഇറ്റാലിയൻ ഭാഷ പഠിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് ഞാനത് പഠിക്കുവാൻ തുടങ്ങി. ആ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 6 മാസമായപ്പോൾ തന്നെ കൂടെയുള്ള എല്ലാവർക്കും കൂടുതൽ പ്രോഗ്രസ്സുകൾ ഉണ്ടായി. ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. A1 A2 അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതിലും എനിക്കൊരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. ഞാൻ നന്നായി പഠിക്കുമെങ്കിലും എനിക്ക് ഇൻ്റർവ്യൂസ് വരുമ്പോഴത്തേക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു, ഉടമ്പടി എടുക്കും മുന്നേ ഞാൻ കരുതിയത് ഉടമ്പടിയുടെ ആവശ്യം ഇപ്പോഴില്ല, ഇത് എന്നെക്കൊണ്ട് കഴിയും, എൻ്റെ കഴിവ് കൊണ്ട് ഇതെനിക്ക് നേടിയെടുക്കാൻ സാധിക്കും, ഇതെനിക്ക് പഠിച്ച് വിദേശത്ത് പോകുവാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ ഒരു വലിയൊരു ഇതെൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു, സാക്ഷ്യങ്ങൾ കാണാറുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആത്മീയമായ വലിയ വളർച്ചയ്ക്കൊന്നും മെനക്കെട്ടിരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുവാനോ സമയം കണ്ടെത്തിയിരുന്നില്ല. ആ സമയം വേറെ കാര്യങ്ങൾ മുഴുകുകയും പഠിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് 6 മാസം കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരുടെയും പ്രോഗ്രസ്സുകൾ തുടങ്ങി. ഞാൻ അവിടെ തന്നെ നിൽക്കുന്ന സമയം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 1ാമത്തെ നിയോഗം തന്നെ എനിക്ക് ഇറ്റലിയിൽ പോയി നഴ്സായി ജോലി ചെയ്യണമെന്ന് 1ാമത്തെ നിയോഗം വെച്ചു. 2ാമത്തെ നിയോഗം, അനിയത്തിയുടെ തൊണ്ടയിൽ ഒരു വീക്കമുണ്ടായിരുന്നു. അവൾ ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാണുന്നവരൊക്കെ ചോദിക്കും, അനിയത്തിയുടെ തൊണ്ടയിൽ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഞാൻ വളരെ വലിയ രീതിയിലൊക്കെ ചിന്തിക്കുമായിരുന്നു, വേറെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമോ, അങ്ങനെ വല്ലാത്ത രീതിയിൽ ഞാൻ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഇതെല്ലാം ഇത് 2ാമത്തെ നിയോഗമായി വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിലൊക്കെ ഉടമ്പടിയിൽ വളരെ ഉഴപ്പായിരുന്നു. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കരുതും എല്ലാവർക്കും നല്ല നല്ല സാക്ഷ്യങ്ങൾ പറയാൻ കിട്ടുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ട് മാതാവേ ഉടമ്പടി എടുത്തിട്ടും എനിക്കൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് ആത്മീയമായ വളർച്ചയില്ല, എനിക്ക് എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണം, അനിയത്തി ഇത് മാറണം, അതിനായി ഞാനൊരു ഉടമ്പടി എടുത്തു എന്ന് മാത്രം. അതിനപ്പുറം ആത്മീയമായ ഒരു വളർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി, മറ്റുള്ളവരെ സഹായിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പോയിൻ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉടമ്പടിയിൽ എനിക്ക് വന്ന ആത്മീയ വളർച്ചയിലൂടെ എൻ്റെ ഈ പ്രോജക്റ്റിലും എനിക്ക് പ്രോഗ്രസ് ഉണ്ടായി തുടങ്ങി. ഇൻ്റർവ്യൂ വരുന്നതനുസരിച്ച് എനിക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ മാതാവിൻ്റെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലുകയും അതിനുശേഷം ഉപ്പ് എല്ലായിടത്തും വിതറി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയുമായിരുന്നു. അതിനുശേഷം മാസത്തിൽ 1 തവണ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓരോ ഇൻ്റർവ്യൂയിലും കഴിയുന്തോറും എൻ്റെ ലിസ്റ്റ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്കൊരു പുരോഗതി ഉണ്ടാകുന്നില്ല? അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പോൾ ഞാൻ എന്ത് കാര്യങ്ങളാണോ ചെയ്യാതെ ഞാൻ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് അത് അച്ഛൻ്റെ ടോക്കിലൂടെ എനിക്ക് കേൾക്കാൻ സാധിക്കും. പത്രം കൊടുക്കാൻ മടിയാണ്,
ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിലൊക്കെ ഇരുന്നാണ് ജപമാല എത്തിക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനം കേൾക്കുക, സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ എനിക്കിത് ആരെങ്കിലും കാണുമോ എന്നുള്ള ഒരു ഭയമാണ്. കൊന്തകൾ ചൊല്ലുമ്പോഴും ഇത് എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, ആരെങ്കിലും കാണുമോ എന്നുള്ളൊരു, മറ്റുള്ളവരുടെ മുൻപിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇതൊക്കെ മാറ്റിവെച്ച് ഞാൻ മറ്റുള്ളവരെ ആരെയും പറ്റി ചിന്തിക്കാതെ എൻ്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം, എനിക്ക് വിശ്വാസ കൈമാറ്റം ചെയ്യണം, എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവനും ദൈവത്തിന് വേണ്ടിയുള്ളതാക്കണം, ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റണം, ദൈവത്തിനെ മഹത്വപ്പെടുത്തണം എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നും അവിടെ നിന്നും ഞാൻ പിന്നെ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി. എനിക്ക് എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധ്യാനം കൂടുക, സാക്ഷ്യങ്ങൾ കേൾക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരടുത്ത് കൃപാസനം ഉടമ്പടിയെ പറ്റി പറഞ്ഞു കൊടുക്കുക, എങ്ങനെ നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റും, നമ്മുടെ വിശ്വാസം എങ്ങനെ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാം, മറ്റുള്ളവരെ നോക്കി നമ്മുടെ വിശ്വാസത്തെ മറച്ചു വയ്ക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എങ്ങനെ നമുക്ക് സാധിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ച് അങ്ങനെ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ പ്രോജക്റ്റിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെക്കാളും നന്നായി പഠിക്കുന്നവരും നല്ല മാർക്കുള്ളവരും നല്ല ലാംഗ്വേജ് ഉള്ളവരും എല്ലാം കഴിഞ്ഞ് പ്രോസസ്സിങ് എല്ലാം ഡോക്യുമെൻറ്റേഷനും ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും ഇതെല്ലാം പാതി വഴിയിൽ നിൽക്കുന്ന എന്നെ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ വിളിക്കുകയും ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി എന്ന് അവരെന്നെ വിളിച്ച് പറയുകയും ചെയ്തു. ഈ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഇടയ്ക്ക് വെച്ച് ഒരു പുരോഗതി ഇല്ലായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ, എനിക്ക് ഈ നിയോഗങ്ങളൊന്നും നീ നേടിത്തന്നില്ലെങ്കിലും എനിക്കിനിയുള്ള ജീവിതം ഉടമ്പടിയിലെ പോലെ ജീവിക്കണം എന്നുള്ളതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തണം, അമ്മ മാതാവിലൂടെ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അങ്ങനെ എൻ്റെ നിയോഗങ്ങൾ പോലും ഞാൻ മറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വിദേശത്ത് പോകണമെന്നോ അനിയത്തിരി കാര്യങ്ങളോ എല്ലാം ഞാൻ മറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ നിയോഗങ്ങൾ പോലും മറന്നു തുടങ്ങിയ സമയത്താണ് അവരെന്നെ വിളിക്കുന്നതും ഇൻ്റർവ്യൂ പാസ്സായി പോകുവാനുള്ള എല്ലാം റെഡിയായി. ഇപ്പം ഞാൻ ടിക്കറ്റുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫെബ്രുവരി 5-ാം തീയതി ഞാൻ പോവുകയാണ്. എനിക്ക് ഇത്രയും വലിയൊരു അത്ഭുത സാക്ഷ്യം പറയാൻ അവസരം തന്ന എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുവാനും എല്ലാത്തിനും മടി കാണിക്കുന്ന എനിക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയുക എന്നുള്ളത്. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് എന്ത് തന്നെ നടന്നാലും, എനിക്ക് എന്ത് ദൈവത്തിലൂടെ നിന്ന് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു വലിയ അവസരം തരണം. എല്ലാവരുടെയും മുൻപിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അമ്മ മാതാവിലൂടെ ഉടമ്പടിയിലൂടെയാണ് ഇതെല്ലാം ഞാൻ നേടിയെടുത്തതെന്ന് എല്ലാവരുടെയും മുൻപിൽ ഉറക്കെ പറയുവാനും എനിക്ക് വലിയൊരു അവസരം തരണം എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അനിയത്തിയുടെ തൊണ്ടയിൽ ആ വീക്കവും വേദനയോടും കൂടി ഞങ്ങൾ ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു സ്കാൻ ചെയ്യണം, അവിടെ നിന്ന് കുത്തി പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അവളുടെ തൊണ്ടയിൽ തൈലവും പുരട്ടി ഉപ്പും കൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിലും വളരെയധികം ടെൻഷനായിരുന്നു. ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കുമോ മറ്റെന്തെങ്കിലും, വളരെയധികം ഭയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ ഞാൻ ഭയപ്പെട്ട രീതിയിലുള്ള യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. സ്കാനിങ് നോർമൽ ഫൈൻഡിങ്സ് ആയിരുന്നു. യാതൊരുവിധ കുഴപ്പമില്ലാതെ, അവൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ തന്ന അമ്മ മാതാവിന് 1000 നന്ദി. അമ്മ മാതാവിനോട് ഒരുപാട് കുഞ്ഞു അനുഗ്രഹങ്ങൾ എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു. ഇതെല്ലാം തന്നതിന് അമ്മ മാതാവ് ഞാൻ 1000 നന്ദി പറയുന്നു. ആത്മീയ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ആത്മീയ വളർച്ചയുണ്ടായി. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 5:30 പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്ന ഞാൻ 7 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. എപ്പോൾ സമയം കിട്ടിയാലും പ്രാർത്ഥിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. ഇപ്പം അവിടെ വിദേശത്ത് പോയി കഴിഞ്ഞാലും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ടെൻഷൻ. എനിക്ക് ഇനി ജീവിതകാലം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മീയമായി വളരണം. ഒരു കുട്ടിയുടെ വളർച്ച പോലെ ആത്മീയ കാര്യങ്ങൾ ഇനിയും ഒരുപാട് വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു അനാഥാലയം, കരുണാലയം എന്ന് പറഞ്ഞ ഒരു അനാഥാലയമുണ്ട്. അവിടെ പോയി അവരെ കാണുകയും അവർക്ക് ഒരു നേരത്തുള്ള ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്ത് സഹായിക്കുകയും ചെയ്യും. പിന്നെ വഴി കാണുന്നവർക്കൊക്കെ പൈസ കൊടുക്കും, ചോദിക്കുന്നവർക്കൊക്കെ. മുൻപൊക്കെ ആണെങ്കിൽ അവർ പൈസ ചോദിക്കുമ്പോഴും അവർക്ക് എന്തിനാണ് പൈസ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അതും അച്ഛനൊരു ടോക്കിൽ പറഞ്ഞു, നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുക. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നീടുള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതിനുശേഷം പിന്നെ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കും. എന്നാൽ കഴിയുന്നത് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്ത് സഹായിക്കും. പിന്നെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, അവരുടെ കൂടി സമയം ചിലവഴിക്കുക, അവരുടെ കാര്യങ്ങൾ അറിയുക,
അങ്ങനെ അമ്മ മാതാവിലൂടെ ഞാൻ ദൈവത്തെ ഒരുപാട് മഹത്വപ്പെടുത്തുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. അമ്മയ്ക്കും 1000 നന്ദി. ഈ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി, എൻ്റെ പേര് സിസി, ഇതെൻ്റെ ഹസ്ബൻഡ് റോബി. ഞങ്ങൾ US-ലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ മാള, വല്ലിപറമ്പ്, സെൻറ്റ് മേരീസ് ഇടവാംഗങ്ങളാണ്. ഞാൻ കൃപാസനത്തെപ്പറ്റി ഓൺലൈനിൽ കൂടെയൊക്കെ കാണുകയും പ്രാർത്ഥിക്കുകയും സാക്ഷ്യങ്ങൾ കാണുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുക്കാൻ എൻ്റെ സിസ്റ്റർ എൻ്റെ മുഖേനയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണമായത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ജനുവരി 8-ാം തീയതിയാണ്. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേക വലിയ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ വിൽക്കാൻ കുറേ കാലങ്ങളായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പം അതൊന്ന് വിൽക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. അപ്പം പ്രാർത്ഥിച്ച് ഞങ്ങൾ ഉപ്പൊക്കെ കൊണ്ടുപോയി വീട്ടിൽ പറമ്പിലിൻ്റെ ഒക്കെ ഇങ്ങനെ ഇട്ടിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം പെട്ടെന്ന് വിൽക്കുവാൻ സാധിച്ചു. മാതാവിൻ്റെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ് അതിന് ഞങ്ങൾക്ക് നടത്തി തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉടമ്പടിയുടെ 2-ാമത്തെ മാസമാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു MRI, ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റിന് വേണ്ടി MRI എടുക്കേണ്ടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് ചെയ്തപ്പം പുള്ളിയുടെ കിഡ്നിയിൽ ലെഫ്റ്റ് കിഡ്നിയിലൊരു സിസ്റ്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം അത് നേരത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്, പക്ഷേ വളരെ സ്മോളാണ്, ഒരു കുഴപ്പമില്ല. പുള്ളിക്ക് യാതൊരു സിംറ്റംസും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു വെറുതെ ഫോളോ അപ്പിന് വേണ്ടി പോയതാണ്. അപ്പം ചെയ്തപ്പം അത് വളരെ വലുതായിട്ടുണ്ട്, ലെഫ്റ്റ് കിഡ്നിയിലെ സിസ്റ്റ്. അപ്പം ഡോക്ടർ പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല, ഡോക്ടർ പറഞ്ഞു ലെഫ്റ്റ് കിഡ്നി റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഭയങ്കര ഷോക്കായി പോയി പെട്ടെന്ന് അത് കേട്ടപ്പം. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും സെക്കൻഡ് ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു വേറെ ഒന്നും ചെയ്യാനില്ല, വേണമെങ്കിൽ ഒരു 6 മന്തും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു MRIയും കൂടെ ചെയ്തിട്ട് ഇങ്ങനെ ഡേറ്റൊക്കെ ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് മുതൽ ഉടമ്പടി എടുത്തതിൻ്റെ 2-ാം മാസം മുതൽ പിന്നെ ഞങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഉടമ്പടി തൈലം ഞങ്ങൾ പൂശി വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും ചൊല്ലി ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 6 മന്ത് എന്ന് പറയുന്നത് സെപ്റ്റംബർ 3-നായിരുന്നു നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്. അപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, ഒരു സർജറിയുടെ ആവശ്യം വരരുതേ മാതാവേ എന്ന് പറഞ്ഞു. അപ്പം സെപ്റ്റംബറിൽ MRI ചെയ്തപ്പം ആ സെയിം ഡോക്ടർ തന്നെയാണ്. ഡോക്ടർ പറഞ്ഞു ഈ MRI കുഴപ്പമൊന്നുമില്ല, ഒന്നും ചെയ്യണ്ട. അന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു പാർഷ്യലായിട്ട് എടുത്ത് കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ എടുത്തൊന്നും കളയാൻ പറ്റില്ല, കിഡ്നി തന്നെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം സെയിം ഡോക്ടർ തന്നെ കണ്ടപ്പം പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, അതിനൊരു കുഴപ്പമില്ല, അത് അവിടെ ഇരുന്നോട്ടെ, ഇനി എന്തെങ്കിലും പ്രശ്നം ഇനി എവരി ഇയറിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം, അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. പുള്ളിക്ക് യാതൊരു സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മാതാവ് ഞങ്ങൾക്ക് സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പം സെപ്റ്റംബറിൽ എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഇവിടെ വന്നിരുന്നു, അച്ഛനെ കണ്ടു പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി കിംസ് ഹോസ്പിറ്റലിൽ ചെയ്തപ്പം അവിടുത്തെ ഡോക്ടർ വളരെ സിമ്പിളായിട്ട് ഡോക്ടർ പറഞ്ഞ് അതിനൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് ലാപ്രോസ്കോപ്പിക്കായിട്ട് ആ സിസ്റ്റ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, അതിന് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല, ഒന്നിനെപ്പറ്റിയും വറി ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും കിട്ടി. മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടെ വന്നപ്പം പേപ്പർ വാങ്ങിച്ചു, എല്ലാവർക്കും ഞങ്ങളുടെ പള്ളിയിലൊക്കെ കൊടുത്തിരുന്നു.
പിന്നെ മാതാവിൻ ഈ കൃപാസനത്തെ പറ്റി പലരോടും സംസാരിച്ചു. ഞങ്ങളുടെ അവിടെയും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ഒരു ആൾക്ക് ഭയങ്കര ബിഗായ കിഡ്നി സിസ്റ്റ് വന്നിട്ട് പുള്ളിക്ക് എമർജൻസി ആയിട്ട് സർജറിയൊക്കെ ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേഷനൊക്കെ ആയി. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ മാതാവിൻ്റെ പേപ്പർ കൊടുക്കുകയും ഓൺലൈനിൽ കൂടെ ഉടമ്പടി എടുപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മാതാവിനെ പറ്റി പറ്റുന്നവരോടെല്ലാം പറയുവാനും പിന്നെ ഉടമ്പടി എടുക്കാനായിട്ട് അവരെ പിന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പഠിക്കാൻ സഹായം വേണ്ടവർക്ക് പിന്നെ പൈസ കൊടുക്കുകയോ ഹോസ്പിറ്റലിൽ വല്ല സർജറിയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് ഫൈനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ചിലർക്ക് ഞങ്ങളുടെ അവിടെ തന്നെയും മേലാതെയൊക്കെ വരുന്നവർക്ക് പോയി വിസിറ്റ് ചെയ്ത് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അവസരം കിട്ടി. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ തന്നെ 5:30 ആകുമ്പോൾ എഴുന്നേൽക്കണം, പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുവാനും അതിനോട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ആ പ്രാർത്ഥന ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും. അപ്പോൾ രാവിലെ ആകുമ്പം ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അപ്പോൾ അത് ഒരു മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും പിന്നെ ഡെയിലി കുർബാന പറ്റുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും കുർബാന പോയി കാണുവാനും അങ്ങനെ ബൈബിൾ വായിക്കണം അല്ലെ പ്രാർത്ഥിക്കണം എന്നൊരു പ്രത്യേക ചിന്ത ഉണ്ടാകുവാൻ സഹായിച്ചു. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.